मैं प्रदेश भर के युवाओं को इस बात के लिए आश्वस्त कर रहा हूं कि अगले 6 महीने के अंदर, नोट करिए, अगले 6 महीने के अंदर 1 लाख नौजवानों को फिर सरकारी नियुक्ति पत्र अलग अलग स्टेज में हर सप्ताह उपलब्ध करवाने जा रहे हैं। 1 लाख सरकारी नियुक्ति पत्र हम देने जा रहे हैं। ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി 2029 രാഹുൽ ഗാന്ധി വരുന്നത് എഴുതി വെച്ചോളാൻ നമ്മുടെ KC വേണുഗോപാലൻ ചേട്ടൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങളോട് മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒക്കെ ആണെങ്കിലും മലയാള മാധ്യമങ്ങളോട് സംസാരിക്കാനാണ് അദ്ദേഹത്തിന് കൂടുതൽ സമയവും അദ്ദേഹം ചെലവഴിക്കാറുള്ളത്. അതേസമയം തന്നെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് യുവാക്കളുടെ വലിയ ഒരു പ്രോഗ്രാമിൽ അവരെ സാക്ഷി നിർത്തി പറയുകയാണ്, നിങ്ങൾ എഴുതി വെച്ചോളൂ, അടുത്ത ലിഖരക്കോ എഴുതി വെച്ചോളാനാണ് പറയുന്നത്, എഴുതി വെച്ചോളൂ, അടുത്ത 6 മാസത്തിനുള്ളിൽ 1 ലക്ഷം യുവാക്കൾക്ക് അല്ലെ യുവതികൾക്കും യുവാക്കൾക്കും ഞാൻ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ സർക്കാരി ജോലി, അതായത് ഗവൺമെന്റ് ജോബ് കൊടുക്കുമെന്ന് പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട്. അതായത് 2029 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് നമ്മുടെ ആളാണ് എന്ന് KC വേണുഗോപാലൻ എഴുതി വെച്ചോളാൻ പറയുന്ന അതേ സമയത്ത് തന്നെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് അവിടെ ഒരു യുവാക്കളുടെ സമ്മേളനത്തിൽ യുവാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ എഴുതി വെച്ചോ, ഇപ്പോഴെഴുതിക്കോളൂ, ഞാൻ ഡേറ്റ് പറയുകയാണ്, അടുത്ത 6 മാസത്തിനുള്ളിൽ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ സംസ്ഥാനത്തെ 1 ലക്ഷം യുവാക്കൾക്കും യുവതികൾക്കും സർക്കാർ ജോലി കൊടുക്കുന്ന, നമ്മൾ പറയുമല്ലോ ഇവിടെ നമുക്ക് ഈ കത്ത് വരുമല്ലോ, നമ്മുടെ PSC അയച്ചു കഴിയുമ്പോൾ ഈ കത്ത് കൊണ്ട് ചെല്ലുമ്പോഴാണല്ലോ നമുക്ക് ജോലി കിട്ടുന്നത്, അതൊരു ലീക്ക് നമുക്ക് ഓർഡർ ആക്കി തരും. അതായത് സർക്കാർ ജോലിയുടെ ഉത്തരവ് ഓർഡറാക്കി 1 ലക്ഷം യുവാക്കൾക്കും യുവതികൾക്കുമായി നമ്മൾ അടുത്ത 6 മാസം കൊണ്ട് നൽകുമെന്ന് എഴുതി വെച്ചോളാൻ പറയുന്നു. ഇതാണ് ഗുഡ് ഗവേണൻസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് ഗവേണൻസ് ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോ ഗവേണൻസ്. അതായത് കേരളത്തിൽ വന്ന് നമ്മുടെ പ്രിയദർശിനി പദ്ധതിയോ ഇന്ദിരാഗാന്ധി പദ്ധതിയാണ് പ്രഖ്യാപിച്ച് ബസ്സിൽ കയറ്റിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ആവശ്യത്തിന് ബസ്സില്ല, അതിനുശേഷം മന്ത്രി തന്നെ പറയുകയാണ് പണമുള്ളവരല്ല ഈ ബസ്സിന്റെ പുറകെ ഓടുകയാണെന്ന് പറഞ്ഞ് കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞ സ്ഥിതിക്കാണ് 6 മാസത്തിനുള്ളിൽ ഞാൻ 1 ലക്ഷം പേർക്ക് സർക്കാർ ജോലി കൊടുക്കുമെന്ന് മറ്റൊരു സംസ്ഥാനത്ത് പറയുന്നത്. ഇവിടെയാണ് മക്കളെ വിഷയം. നമ്മൾ ഉത്തർപ്രദേശ് പിടിക്കും, നമ്മൾ അവിടം പിടിക്കും, ഇവിടം പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിലിരുന്ന് പത്രക്കാരോട് പറയാമെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ പത്രസമ്മേളനം വിളിച്ചിരുത്തി കുറച്ച് ഡേറ്റ കാണിക്കുന്ന പോലല്ല, കളത്തിലിറങ്ങി നിന്ന് ഭരിക്കണം. അവിടെയാണ് യോഗി ആദിത്യനാഥും ദേവേന്ദ്ര ഫട്നാവിസും സുവേന്ദു അധികാരിയും ഇങ്ങനെയൊക്കെയുള്ള മുഖ്യമന്ത്രിമാർ ഗുഡ് ഗവേണൻസ് അവരുടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ വീണ്ടും വീണ്ടും അവരെ അധികാരത്തിൽ വരുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ അടുത്ത 6 മാസങ്ങൾക്ക് ശേഷം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് നടന്നാൽ, ഇപ്പം 1 നേഷൻ 1 ഇലക്ഷനിലേക്ക് മാറി ഈ തെരഞ്ഞെടുപ്പ് പോസ്റ്റ്പോൺ ചെയ്തതെന്ന് എനിക്കറിയില്ല, ഇനി ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഈ ഗുഡ് ഗവേണൻസിന്റെ ഡിഫറൻസ് എന്താണ് എന്ന് അവിടുത്തെ ജനം തന്നെ വോട്ടിട്ട് നൽകി നിങ്ങളോട് പറയും. ഇതൊന്ന് കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ 2029 പ്രധാനമന്ത്രിയാവുമെന്ന് എഴുതി വെച്ചോ, നിങ്ങൾ എഴുതി വെച്ചോളാനൊക്കെ പറയുമ്പോൾ അടുത്ത 6 മാസം കൊണ്ട് ഞാൻ ഇത്ര പേർക്ക് ജോലി കൊടുക്കുകയാണ്, അത് എഴുതി വെച്ചോളാനാണ് ഒരു മുഖ്യമന്ത്രി, ഈ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അവിടുത്തെ യുവാക്കളോടും യുവതികളോടും പറയുന്നത്. അതാണ് ഡിഫറൻസ്. അപ്പോൾ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല നമസ്കാരം.